ആധുനിക സാങ്കേതിക വിദ്യ മനുഷ്യന്റെ പുരോഗതിക്കാണോ അതോ സർവനാശത്തിനാണോ? ഈ ചോദ്യത്തിന് മുന്നിൽ ലോകത്തെ ആകെ നിശബ്ദമാക്കുന്ന ഒരു വെളിപ്പെടുത്തലിന്റെ വാർത്തയാണ് ഇറാനിൽ നിന്നും വരുന്നത്. തെക്കൻ ഇറാനിലെ മിനാബ് നഗരത്തിൽ 7-നും 12-നും ഇടയിൽ പ്രായമുള്ള 160-ലധികം പിഞ്ചു കുട്ടികളാണ് അമേരിക്കയുടെ ഒരു മിസൈൽ ആക്രമണത്തിൽ ചിഹ്നിച്ചെറിയത്. ഈ ക്രൂരമായ കൊലപാതകത്തിന് പിന്നിൽ ഒരു രാജ്യത്തിന്റെയോ സൈനികന്റെയോ ബോധപൂർവമുള്ള തീരുമാനമായിരുന്നില്ല, മറിച്ച് അമേരിക്ക ഉപയോഗിച്ച ഒരു നിർമ്മിത ബുദ്ധിക്ക് അഥവാ AI സിസ്റ്റത്തിന് സംഭവിച്ച ഒരു മാരകമായ പിഴവായിരുന്നു. ഒരു യന്ത്രം വരുത്തിവെച്ച ഈ മഹാദുരന്തത്തിൽ അമേരിക്ക ഇപ്പോൾ കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണ്. മനുഷ്യന്റെ ജീവന് ഒരു കമ്പ്യൂട്ടർ അൽഗോരിതത്തിന്റെ വില പോലുമില്ലേ? എന്നാൽ ഈ ദുരന്തത്തിൽ അമേരിക്കയെ മാത്രം പഴിക്കാൻ വരട്ടെ, ഇപ്പോൾ പുറത്തു വരുന്ന ഈ അന്വേഷണ റിപ്പോർട്ട് ബാക്കിയാക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. സ്വന്തം രാജ്യത്തെ കുരുന്നുകളെ ഇറാൻ തന്നെ ബോധപൂർവം കുരുതി കൊടുത്തതാണോ? US-ന്റെ AI പിഴവ് സമ്മതിച്ചുകൊണ്ടുള്ള അമേരിക്കൻ അന്വേഷണ റിപ്പോർട്ട് വിരൽ ചൂണ്ടുന്നത് ഇറാന്റെ പൈശാചികമായ ഒരു യുദ്ധതന്ത്രത്തിലേക്കും കൂടിയാണ്. നോക്കാം റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളിലേക്ക്. ഫെബ്രുവരി 28-ന് തെക്കൻ ഇറാനിലെ മിനാബ് നഗരത്തിലെ ഷജാരെ തയ്യിബ ഗേൾസ് സ്കൂളിൽ അമേരിക്കൻ ഇസ്രയേൽ മിസൈലുകൾ പതിക്കുമ്പോൾ അവിടെ പൊലിഞ്ഞത് 160-ലധികം നിരപരാധികളായ പെൺകുട്ടികളുടെ ജീവനാണ്. റിപ്പോർട്ടിൽ പറയുന്നത് ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന കെട്ടിടം ഒരു സാധാരണ വിദ്യാഭ്യാസ സ്ഥാപനം മാത്രമായിരുന്നില്ല. മുൻകാലങ്ങളിൽ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ IRGC-യുടെ ഒരു പ്രധാന താവളമായിരുന്നു അത്. ആരാണ് ഈ IRGC? അവർ ഇറാന്റെ ഔദ്യോഗിക സൈന്യമല്ല, മറിച്ച് പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ സ്വന്തം സായുധ സംഘമാണ്. അമേരിക്കയും യൂറോപ്പും അൽ ഖ്വയ്ദയെ പോലെ ഒരു തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ച ഇതേ IRGC എന്തിനാണ് ഒരു പ്രൈമറി സ്കൂളിനെ തങ്ങളുടെ താവളമാക്കി മാറ്റിയത്? ഉത്തരം ലളിതമാണ്: മനുഷ്യ കവചം അഥവാ ഹ്യൂമൻ ഷീൽഡ്. ഹമാസ് ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകൾ ഗാസയിൽ പയറ്റുന്ന അതേ തന്ത്രം തന്നെയാണ് ഇറാനും ഇവിടെ പ്രയോഗിച്ചത്. സൈനിക താവളങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിലും സ്കൂളുകൾക്കും ആശുപത്രികൾക്കും ഉള്ളിലായി ഒളിപ്പിക്കുക, അല്ലെങ്കിൽ അതിന് സമീപമായി ഒളിപ്പിക്കുക. അവിടെ മുമ്പ് പ്രവർത്തിച്ചിരുന്ന IRGC ക്യാമ്പിന്റെ പഴയ ഡാറ്റകളുടെ അടിസ്ഥാനത്തിലാണ് അമേരിക്കൻ AI സിസ്റ്റം ആ കെട്ടിടത്തെ നിയമസാധുതയുള്ള ലക്ഷ്യമായി കണക്കാക്കി ആക്രമിച്ചത്. മനുഷ്യന്റെ പരിശോധനകളില്ലാതെ പഴയ ഡാറ്റകളെ മാത്രം ആശ്രയിച്ച് AI യുദ്ധരംഗത്ത് ഇറക്കിവിടുന്ന അമേരിക്കയുടെ നടപടി തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. എന്നാൽ ഈ പിഞ്ചുകുട്ടികളെ യഥാർത്ഥത്തിൽ കൊലയ്ക്ക് കൊടുത്തത് ആരാണ്? കുട്ടികളെയും സാധാരണക്കാരെയും ഒരു മറയായി നിർത്തി സൈനിക നീക്കങ്ങൾ നടത്തുന്ന ഇറാന്റെ തന്ത്രമാണ് ഇവിടെ ഒന്നാം പ്രതി. സായുധ ഗ്രൂപ്പിന്റെ കേന്ദ്രങ്ങളും സ്കൂൾ കുട്ടികളും ഒരേ കെട്ടിടത്തിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത് കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കിയത് അമേരിക്കയല്ല, ഇറാന്റെ ഭരണകൂടമാണ്. സ്വന്തം ജനതയുടെ ജീവനേക്കാൾ തങ്ങളുടെ സൈനിക താവളങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഇറാന്റെ മനുഷ്യ കവച തന്ത്രമാണ് മിനാബിലെ 160 വീടുകളിൽ നിന്ന് നിലവിളികൾ ഉയർത്തുന്നത്. രണ്ടാം പ്രതി തീർച്ചയായും അമേരിക്ക തന്നെയാണ്. മനുഷ്യന്റെ സൂക്ഷ്മമായ പരിശോധനകളില്ലാതെ യാന്ത്രികമായ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം മിസൈലുകൾ വിക്ഷേപിക്കാൻ അനുമതി നൽകുന്ന അമേരിക്കൻ രീതിയും കടുത്ത ഭാഷയിൽ തന്നെ വിമർശിക്കപ്പെടേണ്ടതാണ്. ആന്ത്രോപിക്, ഓപ്പൺ AI തുടങ്ങിയ മുൻനിര കമ്പനികളുമായി ചേർന്ന യുദ്ധങ്ങളിൽ വലിയ തോതിൽ AI സംയോജിപ്പിക്കാൻ അമേരിക്ക തീരുമാനിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മിനാബ് ദുരന്തം നൽകുന്ന മുന്നറിയിപ്പ് വളരെ വലുതാണ്. ഗാസയിൽ ഇസ്രയേൽ ഉപയോഗിച്ച ലാവൻഡർ AI സിസ്റ്റത്തിന് സംഭവിച്ച സമാനമായ പിഴവുകളും ഈ അവസരത്തിൽ ഓർക്കേണ്ടതായിട്ടുണ്ട്. കണക്കുകളിലെ ചെറിയൊരു പിഴവ് അല്ലെങ്കിൽ സെർവറുകളിലെ പഴയൊരു ഡാറ്റ, ഇതിന്റെയൊക്കെ പേരിൽ 160-ലധികം കുരുന്നുകൾക്കാണ് സ്വന്തം ജീവൻ നൽകേണ്ടി വന്നത്. തെറ്റുപറ്റിയത് AI സിസ്റ്റത്തിനാണെന്ന് പറഞ്ഞ അമേരിക്കയ്ക്ക് കുറ്റസമ്മതം നടത്താം, കൈ കഴുകാം. പക്ഷേ ജീവൻ മരണ തീരുമാനങ്ങൾ എടുക്കാൻ യന്ത്രങ്ങൾക്ക് അധികാരം നൽകുമ്പോൾ മരിക്കുന്നത് മനുഷ്യത്വം കൂടിയാണ്. അമേരിക്കയുടെ AI സാങ്കേതിക വിദ്യ ഇവിടെ ഒരു ഉപകരണം മാത്രമായിരുന്നു. എന്നാൽ ആ ദുരന്തത്തിന് കളമൊരുക്കിയത് ഇറാന്റെ ക്രൂരമായ തീരുമാനങ്ങളുമായിരുന്നു.